ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ദുഷ്ടക്കൂട്ടങ്ങളാണ്. അവരെ വെച്ചിരിക്കരുത്. ഞാൻ മുമ്പ് ഈ വീഡിയോ ചെയ്ത് ഈ നരാധവന്റെ വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ യൂട്യൂബ് അത്തരം കാര്യങ്ങൾ നമ്മുടെ യൂട്യൂബിൽ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വയലൻസ് അടക്കമുള്ള കാര്യങ്ങൾ ടാഗ് ചെയ്തു. ഞാൻ വീണ്ടും മിതമായി ചെയ്യുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ വാർത്ത സെർച്ച് ചെയ്താൽ മതി. ആത്മാനന്ദ സരസ്വതി എന്നൊരു കള്ളസ്വാമി, ഇയാളൊരു നല്ല സ്വാമി അല്ലെന്ന് ആർക്കും സംശയമില്ല. കാര്യം ഒരു നല്ല സ്വാമിയാണ്, സർവസംഘ പരിത്യാഗിയാണെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ ഇല്ലാതാക്കണമെന്നും കൊല്ലണമെന്നും ഒന്നും പറയില്ലല്ലോ. ആത്മാനന്ദ സരസ്വതി, എനിക്കത് പറയാൻ തന്നെ മടിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അറിയണം, ഇത്തരം വിഷങ്ങൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയണം, ഇത്രയും ഗോഡ് സേവാദികൾ ഉണ്ടെങ്കിൽ തിരിച്ചറിയണമെന്നുള്ളതുകൊണ്ടാണ് ആത്മാനന്ദ സരസ്വതി അങ്ങനെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഇല്ലാതാക്കണമെന്നും പോലീസ് അതിനെതിരെ കേസും മറ്റും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഭഗവത്ഗീത അടക്കം മിസ്കോട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇയാള് സാമർത്ഥ ശ്രീധരാശ്രമ ട്രസ്റ്റിന്റെ ആളാണ്. സോഷ്യൽ മീഡിയയിൽ ബാംഗ്ലൂരിൽ കഴിഞ്ഞ ദിവസം ഈ വാർത്ത വൈറലായി പോയി. ഈ കള്ളസ്വാമി പറയുന്നത് സനാതന ധർമ്മം മാത്രമാണ് നമ്മുടെ രാജ്യത്തിലെ ഏക മതം, ബാക്കിയുള്ളതെല്ലാം ഗ്രൂപ്പ്സ് മാത്രമാണ്, വിഭാഗങ്ങൾ മാത്രമാണ്, അവർ ദുഷ്ടവിഭാഗങ്ങളാണ്, ബാക്കിയുള്ള വിഭാഗങ്ങളെ ഇല്ലാതാക്കണം ആധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹെയ്റ്റ് സ്പീച്ച് ആണ്. ഇതിനെതിരെ അതിശക്തമായി അവിടുത്തെ ഹിന്ദുക്കളടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ ഒന്നുകൂടി ഇടാം. യൂട്യൂബ് അനുവദിക്കുമോ എന്നറിയില്ല. അനുവദിക്കുമെങ്കിൽ നിങ്ങൾ കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. ಹೇಗೆ ಧರ್ಮ ಅದು ಸನಾತನ ಧರ್ಮ. ധർമ്മം ഒന്നേ ഉള്ളൂ, ಧರ್ಮ ಅಲ್ಲ, സനാതന ധർമ്മമാണ്. ബാക്കിയൊന്നും മതമല്ല, ധർമ്മമല്ല. ಅವೆಲ್ಲ ಗುಂಪುಗಳು ಅಷ್ಟೇ. ಈ ಧರ್ಮದಲ್ಲಿ ಯಾರಿಗೆ ಸರಿ ಬಂದಿಲ್ವೋ, ಕಾಣ್ತಾ ಇಲ್ವೋ, ಇಲ್ಲಿ ಏನು ನಿಯಮಗಳಿದೆ ಅದೆಲ್ಲ ಯಾರಿಗೆ ಸರಿ ಬರ್ತಾ ಇಲ್ವೋ ಅವರೆಲ್ಲ ಸೇರಿ ಒಂದು ಗುಂಪು ಮಾಡ್ಕೊಂತು. ಅವ್ರು ಯಾರೇ ಇರಲಿ ಆ ಗುಂಪಿನವರನ್ನು ಸರ್ವನಾಶ ಆಗ್ಬೇಕು, ಸರ್ವನಾಶമാണ്. ನಿಜ. ಇವತ್ತೇನ್ ಬರ್ತಾ ಇದೆಯಲ್ಲ ಆ ಬಾನಿಗಳು, ಈ ಬಾನಿಗಳು, ಲಂಚರು, ഇനിയാരെ ಯಾವ್ದಾವ್ದೋ ಗುಂಪುಗಳು കുറച്ചേ കാണിക്കുന്നുള്ളൂ, വേറൊന്നും കൊണ്ടല്ല. കാര്യം അത്തരം വീഡിയോസ് വയലൻസ് ആയതുകൊണ്ട് യൂട്യൂബ് സമ്മതിക്കുന്നില്ല. ಒಬ್ಬರು ಉಳಿಬಾರ್ದು. ಸನಾತನ ಧರ್ಮವೇ ಧರ್ಮ, ಇನ್ಯಾವುದು ಧರ್ಮವೇ ಅಲ್ಲ. ಅವರೇನೆ ಬೇರೆ ಯಾರು ಅಲ್ಲ, ಬೇರೆ ರೂಪದಲ್ಲಿ ಬಂದಿದ್ದಾರೆ. ಒಬ್ಬರನ್ನು ಬಿಡಬೇಡಿ. ಇಡೀ ಪ್ರಪಂಚದಲ್ಲಿ ಕರೆ ಕೊಡ್ತಾ ಇದೀನಿ, നമ്മുടെ നാട്ടിൽ വേറെ ഒരു മതവും വേണ്ട. ಸನಾತನ ಧರ್ಮವೇ ಧರ್ಮ, ಇನ್ಯಾವುದು ಧರ್ಮವೇ ಅಲ್ಲ. ಈ ಗುಂಪುಗಳನ್ನು ಸರ್ವನಾಶ ಮಾಡಿ ಒಬ್ಬೊಬ್ಬರು ಸಾವಿರ ಜನರನ್ನು ಹೊಡೆದಾಕಿ ಏನು ಪಾಪ ಬರಲ್ಲ. ತಿಳಿತಾ? കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇവൻ മണ്ടനാണ്, പൊട്ടനാണ്. ഈ ತರ ഇರ್ಬೇಕು ಹಿಂದೂಗಳು. ಅವರು കുറച്ചുകൂടെ കഴിഞ്ഞ് കുറെ കൂടെ പ്രകോപനപരമായി പറയുന്നുണ്ട്, ആയുധങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കണം. അങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരെ ഇല്ലാതാക്കിയാൽ തെറ്റില്ല. ഭഗവത്ഗീത അടക്കം മിസ്കോട്ട് ചെയ്തുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ യഥായഥാഹി ധർമ്മസയിൽ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃത എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ദുഷ്ടന്മാരെ ഇല്ലാതാക്കാൻ വരും. ആ ദുഷ്ടന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് ഇവരെയാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളല്ലാത്തവരെയാണ് എന്നുള്ള അർത്ഥം വരുന്ന രീതിയിൽ ഒക്കെ ഇത് പറയുന്നുണ്ട്. എന്തായാലും പുള്ളിക്കെതിരെ വ്യാപകമായ പ്രതിഷേധം കർണാടകത്തിൽ ഉണ്ടായിട്ടുണ്ട്. പോലീസ് തന്നെ സ്വമേധയാ അടക്കം കേസും ബാക്കി ഒരുപാട് പേരുടെ പരാതിയിലും അടക്കം കേസ് എടുത്തിട്ടുണ്ട്. ഇത്തരക്കാരെ യാതൊരു മടിയും കൂടാതെ ജയിലിലിടണം, അറസ്റ്റ് ചെയ്യണം, ശിക്ഷിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ ആഴത്തിൽ വേദനിപ്പിക്കുന്ന ഹെയ്റ്റ് സ്പീച്ചസ് ആണ്, വയലൻസിന് വേണ്ടിയുള്ള കോളാണ്. ഒന്ന് നമ്മൾ ഹിന്ദുക്കൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഹിന്ദുക്കളെ എല്ലാം കൊല്ലണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് അതിൽ ദേഷ്യം ഉണ്ടാകുക? അങ്ങനെയാണ് അക്ബറുദ്ദീൻ ഒവൈസി, നമ്മുടെ അസുദ്ദീൻ ഒവൈസി എന്ന് പറഞ്ഞ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ആദരിക്കുന്ന, ഇന്ത്യയുടെ ശബ്ദമായി മാറിയ ആളുടെ ഇളയ അനിയൻ. ചേട്ടൻ നല്ലതാണ്, എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷെ അനിയന് കുറച്ച് ഇതേപോലെ മറ്റൊരു വട്ടനാണ്. 15 മിനിറ്റ് പോലീസുകാരെ മാറ്റിയാൽ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവൻ ഞങ്ങൾ അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുള്ളി അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഞാനടക്കം ഒരുപാട് പേര് കംപ്ലൈന്റ് കൊടുത്തു. അപ്പൊ നമ്മുടെ നാട്ടില് ഒരുപാട് ഇത്തരം തീവ്രസ്വരക്കാരുണ്ട്. ആ തീവ്രസ്വരക്കാര് ഇല്ലാതാകണം. അവരെ കൊല്ലണമെന്നല്ല കേട്ടോ, ഇയാൾ പറയുന്ന പോലെ അല്ല. തീവ്രസ്വരക്കാരുടെ തീവ്രത ഇല്ലാതാകും. അതിന് നിയമ നടപടി വേണം, അവയർനെസ്, ബോധവൽക്കരണം വേണം. എല്ലാ സമൂഹത്തിലും സമുദായങ്ങളിലും അങ്ങനെ തീവ്രസ്വരക്കാരുണ്ടെന്നും അവരെ നിരുത്സാഹപ്പെടുത്താനും അവരെ മാർജിനലൈസ് ചെയ്യാനും അവരുടെ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനും എല്ലാ സമുദായത്തിലും സമൂഹങ്ങളിലും മിതവാദികളുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാനും വേണം. ഇത് കേട്ട് വിഷമം തോന്നുന്ന ഏതെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം സഹോദരൻ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിക്കുന്ന ഒരു ഹിന്ദു എന്ന രീതിയിൽ ഇതുപോലത്തുള്ള ആൾക്കാർ ഹിന്ദു അല്ല, അവരെ യഥാർത്ഥ